ഫയർഫോഴ്സ് ഓഫീസർ പ്രഫുല് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അങ്ങ് അവിടെ ഇവരെ രക്ഷിക്കാൻ വേണ്ടി എത്തുമ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പോലും ഇറങ്ങേണ്ട കാര്യമില്ല, ഞാനത് കൈകാര്യം ചെയ്തോളാം എന്ന് പറയുന്ന ധൈര്യവതിയായ ഒരു ഭാര്യയാണ് അവിടെ കണ്ടതല്ലേ? അതെ അതെ, 40 അടിയോളം താഴ്ചയുള്ള കിണറ്റിലായിരുന്നു. നമുക്കിവിടെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ താഴ്ചയ്ക്ക് ശരിക്കും കാഴ്ച പോലും എത്തില്ലാത്ത അത്ര താഴ്ചയിൽ നിൽക്കുന്ന അവര് നമ്മൾ നെറ്റ് ഇറക്കി കൊടുത്ത് നമ്മൾ സാധാരണ നമ്മുടെ സ്റ്റാഫും കൂടി ഒരുമിച്ച് ഇറങ്ങിയാണ് ആളുകളെ രക്ഷപ്പെടുത്താറുള്ളത്. ഇതത് വേണ്ട, ഞാൻ നെറ്റ് ഇറക്കി വെച്ചാൽ മതി, ഞാൻ തന്നെ ആളെ കയറ്റിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് വിവരം പറയുകയാണ് ചെയ്തത്. അതിനനുസരിച്ച് നമ്മൾ നെറ്റ് ഇറക്കി കൊടുത്തു. നെറ്റ് ഇറക്കി കൊടുത്തതിൽ അവര് തന്നെ പുള്ളി അതായത് രമേശിനെയും കൂടി തന്നെ കയറ്റുകയാണ് ചെയ്തത് അതിൻ്റെ ഉള്ളില്. എന്നിട്ട് രണ്ടുപേരും ഓക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വീഴ്ചയിൽ ചെറിയതായിട്ട് തലയ്ക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു, അൺകോൺഷ്യസ് ആയി. അതിനെ തുടർന്ന് ഇന്നലെ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയായിരുന്നു. ഇപ്പോൾ ആൾ ഓക്കെ ആണെന്നാണ് പറഞ്ഞത്. രാത്രി അവർ ഒബ്സർവേഷനിലായിരുന്നു ICUവിൽ. ഇപ്പോൾ ആൾ ഓക്കെ ആണെന്നാണ് അറിഞ്ഞത്. കാരണം ഏകദേശം 40 അടിയോളം മുകളിൽ നിന്ന് നേരെ വെള്ളത്തിലേക്ക് തല കുത്തിയാണ് ആൾ വീണത്. ഭാഗ്യത്തിനാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. കാരണം ഈ വെള്ളത്തിലേക്ക് വീണതുകൊണ്ട് തലയ്ക്ക് വേറെ പരിക്കുകളൊന്നും പറ്റിയില്ല. വെള്ളത്തിലേക്ക് വീഴുന്നതിന്റെ ഒരു ആഘാതമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ പക്ഷേ ഇവര് ഒപ്പം ഇറങ്ങില്ല. ഇനി ഭാര്യ ഒപ്പം ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാകുമായിരുന്നു, അത് ഉറപ്പാണ്. കാരണം വീഴ്ചയുടെ ഇതുകൊണ്ട് ചെറിയ മട്ടില് അബോധാവസ്ഥയിലേക്ക് ആവുമായിരുന്നു. ആദ്യത്തെ ശ്വാസത്തിൽ തന്നെ ആള് അപകടത്തിലേക്ക് നീങ്ങുമായിരുന്നു. ഇപ്പൊ നമ്മള് നേരത്തെ സാർ പറഞ്ഞു അത്രയും 40 അടി താഴ്ചയാണ്, താഴേക്കൊന്നും നോക്കിയാൽ പോലും കാണില്ല എന്ന്. ഇത്രയും താഴ്ചയിലേക്ക് എങ്ങനെയാണ് പത്മം എടുത്തു ചാടിയത്? അവര് ഈ വെള്ളം കോരുന്നതിന് വേണ്ടിയിട്ടുള്ള കയറ് ഉണ്ടായിരുന്നു അതിന്റെ കൂടെ തന്നെ, അതിലൂടെ പിടിച്ച് ഊർന്നിറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇവര് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ സുഖമായിട്ട് ഇറങ്ങി പോകാമായിരുന്നു. പക്ഷെ ഇവരത്ര ട്രെയിൻഡ് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏകദേശം പകുതിയിൽ എത്തിയപ്പോൾ ഇവരുടെ പിടുത്തം വിട്ടു. അത് പിന്നെ കൈ ഈ കയറിലൂടെ ഊർന്നാണ് ഇറങ്ങി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ 2 കൈവെള്ളകളിലെയും തൊലി മുഴുവനും പോയിരിക്കുകയാണ്. തൊലി ഒട്ടും തന്നെ ഇല്ല. അത് കംപ്ലീറ്റ് ബാൻഡേജ് ചെയ്ത് ഇപ്പോൾ ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റിലാണെന്നാണ് നമ്മളിപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്.